Hey guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് സെക്കൻഡ് ഡേ അറ്റ് കാഞ്ചീപുരം. നമ്മൾ ഇന്നലെ കുറേ സാരീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ രാവിലെ എഴുന്നേറ്റ് ഇവിടെ കാഞ്ചീപുരത്തെ കാമാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ടു. അപ്പോൾ അതാണ് രാവിലെ ഇങ്ങനെ ഈ ഒരു ലുക്ക്. ഇതാണ്ട് ചേച്ചി ഹായ് പറഞ്ഞു. ചേച്ചി അമ്മ മറ്റേ ഓട്ടോയിൽ അവർ രണ്ടുപേരും രണ്ട് ഓട്ടോയിലായിട്ടാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ പോയ അതേ സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. ഇനി കുറച്ച് സാരി മെയിൻ ക്യാരക്ടേഴ്സിന് ഇതുവരെ സാരി എടുത്തിട്ടില്ല. ബാക്കി നമ്മുടെ കസിൻസിനും റിലേറ്റീവ്സിനൊക്കെ കുറച്ചൊക്കെ എടുത്തില്ലേ. ഇനി നമുക്ക് അമ്മയ്ക്കും ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ എടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്കാണ്. ഇന്നലെ വന്ന അതേ സെയിം സ്ഥലത്താണ് AS ബാബുഷ. ഇവിടെ തന്നെയാണ് നമ്മൾ ഇന്നും സാരി എടുക്കാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ അമ്മയ്ക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തല്ലേ അമ്മ? അമ്മ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്ത് സുന്ദരിയായിട്ടുണ്ട് അമ്മ. മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്ത്. ചേച്ചി നോക്കട്ടെ, ചേച്ചി കറക്റ്റ് ഒരു തമിഴ് പൂന്തി തമിഴ് ലുക്കിലുണ്ട്. പൂവൊക്കെ വെച്ച് ചെലപ്പോ അവിടെ കേട്ടോ ഡെന്നി ബ്രോ ഈ കവറില് ഇവിടെ ചെരുപ്പൊക്കെ അങ്ങനെ ഇടണം. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ തീരാറായില്ല, ആയി ഏകദേശമായി. ഒരു 75 കഴിഞ്ഞല്ലേ, 75% കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും ഭയങ്കര സെലക്ഷനിലാണ്. ഞാൻ നടുക്കിരുന്ന് പോസ്റ്റാണ്. നോക്കട്ടെ നോക്കട്ടെ പട്ട് സാരി എടുക്കുന്നില്ലേ? ഓ അടിപൊളി അടിപൊളി. ഏത് കല്യാണം രണ്ട് കല്യാണത്തിനും ചേരും. എന്താ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ കാഞ്ചീപുരത്ത് നിന്ന് ഇറങ്ങി ചെന്നൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാരി ഒക്കെ പർച്ചേസ് ചെയ്തു. എനിക്ക് ടോട്ടൽ 30 ആണെന്ന് തോന്നുന്നു. ഒരു യമണ്ടൻ സാരി പർച്ചേസിങ് ദിവസങ്ങളായിരുന്നു ഇന്നും ഇന്നലെ. ഒരു 60 എടുത്തത്. ടോട്ടൽ 60, 60 എന്തോ എടുത്തത്. എനിക്ക് എണ്ണോന്ന് പറഞ്ഞൂടാ. എണ്ണൊക്കെ എടുത്തായിരുന്നു. ഇന്ന് 30, ഇന്നലെ 28 എടുത്തു. എന്തായാലും നമ്മള് പ്ലാൻ ചെയ്ത പോലെ എടുക്കാൻ പറ്റും. അപ്പോ ഇപ്പൊ നമ്മള് റൂമിൽ വന്ന് ഫ്രഷപ്പായി ഫുഡ് കഴിച്ചു. ക്യാബില് നമ്മുടെ കസിൻസ് അപ്പം കസിൻസിന് വീട്ടിൽ പോകണം. പിന്നെ 2-3 നല്ല ചില്ലറ പരിപാടികളും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ ഓർത്തു ചെന്നൈ. നമ്മള് എല്ലാരും ഉണ്ട്. പൊന്നിയുണ്ട് ബാക്കില്, ചേച്ചി ബാക്കിലുണ്ട്. അല്ല എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെന്നൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ്.
മോളെ ഒന്നുമല്ല ഇഷ്ടം പോലെ അവിടെ എന്നൊന്നുമല്ല. ഇങ്ങനെ നോക്കി ശരി അമ്മ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യാറായി. ചേച്ചി ഉറക്കമാണ്. ലാൻഡിങ് മെസ്സേജ് ഒക്കെ വന്നു. അമ്മയും കിടക്കുന്നു. ഗൗരി അവിടെ ഉണ്ട്. ഞാനിതായാലും ഉറങ്ങിയില്ല. അമ്മ കിടക്കുമെന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പൊ ഒന്ന് തല വെച്ചതേ ഉള്ളൂ. അമ്മ ഇവിടെ ഉണ്ട്. നമ്മള് ലാൻഡ് ആവുമായിരുന്നു. അപ്പൊ കേസ് നമ്മളിപ്പോ ട്രിവാൻഡ്രം എത്തി അല്ലേ? ഗൗരി ഇതോ പോന്നു. അവൾ ബാഗൊക്കെ കളക്ട് ചെയ്തു. ഇനി നേരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക. അതായേ ഉള്ളൂ നമുക്കല്ലേ. പൊന്നിങ്ങനെ റെസ്റ്റ് അല്ലേ പൊന്നി? സൈറ്റ് സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിയേക്കുന്നു.